അമേരിക്കയിൽ 2 ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥർ വെടിയേറ്റു മരിച്ചു. സംഭവത്തിൽ പ്രതി പിടിയിലായി. കൊലപാതകം ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയെന്നാണ് പ്രതിയുടെ മൊഴി. അക്രമം ജൂതവിരോധത്തിൽ നിന്നുണ്ടായതാണെന്നും വേദനാജനകമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വാഷിംഗ്ടൺ ഡിസിയിൽ ജൂത മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇരുവർക്കും വെടിയേറ്റതെന്ന് US ഹോംലൻഡ് സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. സംഭവത്തിൽ ഷിക്കാഗോ സ്വദേശി ഏലിയാസ് റോഡ്രിഗ്സ് ആണ് പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ പ്രതി പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് മുദ്രാവാക്യം വിളിച്ചതായി റിപ്പോർട്ടുണ്ട്. സംഭവസമയത്ത് നിരവധി ഇസ്രയേലി ജീവനക്കാർ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. അക്രമം ജൂതവിരോധത്തിൽ നിന്നുണ്ടായതെന്നും വേദനാജനകമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഗസയിൽ ഇസ്രയേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കൊലപാതകമെന്നാണ് സൂചന. ഇതിനിടെ ഗസയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്ന് UN റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിലേക്കുള്ള ഭക്ഷ്യവിതരണം മാർച്ച് 2 മുതൽ 11 ആഴ്ചക്കാലം ഇസ്രയേൽ തടഞ്ഞിരുന്നു. ഭക്ഷ്യവിതരണം പുനരാരംഭിച്ചെങ്കിലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അനുമതി നൽകിയത് 98 ട്രക്കുകൾക്ക് മാത്രമാണ്. 9000 ട്രക്കുകൾ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇസ്രയേൽ നടപടി. വെസ്റ്റ് ബാങ്കിൽ ജനീൻ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കാനെത്തിയ വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലി എംബസി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.